മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെയും അതിനേക്കാൾ വലിയ ദുരന്തത്തിന്റെയും കഥയാണ് ടൈറ്റാനിക്. ദൈവത്തിനു പോലും ഈ കപ്പലിനെ താഴ്ത്താൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന് മേൽ പ്രകൃതി ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഘാതം. ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ജാക്കിന്റെയും റോസിന്റെയും ആ മനോഹരമായ പ്രണയകഥയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ കരയിപ്പിച്ച ജാക്കും റോസും ശരിക്കും ആ കപ്പലിൽ ജീവിച്ചിരുന്നവരാണോ, അതോ അത് വെറും ഒരു സിനിമാ കഥ മാത്രമായിരുന്നോ? പലർക്കും അറിയാത്ത, കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ആ യഥാർത്ഥ സത്യം ഈ വീഡിയോയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകം ഇന്നും കൗതുകത്തോടെയും സങ്കടത്തോടെയും മാത്രം ഓർക്കുന്ന ആഡംബര കപ്പലിന്റെ യഥാർത്ഥ ചരിത്രത്തിലൂടെയും അത് സമുദ്രത്തിനടിയിൽ അലിഞ്ഞു തീരുന്ന ഇന്നത്തെ അവസ്ഥയിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. ദ മിസ്റ്ററി ഫയൽസിലേക്ക് സ്വാഗതം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈൻ ആണ് ടൈറ്റാനിക് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. ഒളിമ്പിക് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 3 കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ ആദ്യത്തെ കപ്പലായിരുന്നു ഒളിമ്പിക്. അതിനുശേഷം പൂർത്തിയാക്കിയ അത്ഭുത കപ്പലാണ് RMS ടൈറ്റാനിക്. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരും 5000-ലധികം തൊഴിലാളികളും ചേർന്ന് 3 വർഷത്തോളം സമയമെടുത്താണ് അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ ഈ അത്ഭുത കപ്പൽ നിർമ്മിച്ചെടുത്തത്. ഒരു കപ്പൽ എന്നതിന് ഉപരി സമുദ്രത്തിലെ ഒരു കൊട്ടാരമായിരുന്നു ടൈറ്റാനിക്. ഏകദേശം 882 അടി നീളവും 175 അടി ഉയരവും ഉണ്ടായിരുന്ന ഈ കപ്പലിന് അക്കാലത്തെ ഏറ്റവും വലിയ ചരക്ക് ട്രെയിനുകളേക്കാൾ ഭാരമുണ്ടായിരുന്നു. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും ടൈറ്റാനിക് തകർത്തു. കപ്പലിന്റെ അടിഭാഗം 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി തിരിച്ചിരുന്നു. ഇതിൽ 4 കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം കയറിയാൽ പോലും കപ്പൽ മുങ്ങില്ല എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. ഈ ആത്മവിശ്വാസമാണ് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ഖ്യാതി ടൈറ്റാനിക്കിന് നേടിക്കൊടുത്തത്. എന്നാൽ ഇതേ ആത്മവിശ്വാസം തന്നെയാണ് പിന്നീട് വിനയായതും. കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ലൈഫ് ബോട്ടുകൾ കരുതാൻ കമ്പനി തയ്യാറായില്ല. വെറും 20 ലൈഫ് ബോട്ടുകൾ മാത്രമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇത് ആകെ ഉണ്ടായിരുന്ന ആളുകളുടെ പകുതി പേരെ രക്ഷിക്കാൻ പോലും തികയുമായിരുന്നില്ല. കപ്പലിന്റെ ഭംഗി കളയാതിരിക്കാനാണ് ലൈഫ് ബോട്ടുകളുടെ എണ്ണം കുറച്ചത് എന്നതായിരുന്നു അതിലും വിചിത്രമായ കാര്യം. ആഡംബരത്തിന്റെ കാര്യത്തിൽ ടൈറ്റാനിക് ഒരു പുതിയ ചരിത്രം തന്നെ എഴുതി. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി സ്വിമ്മിംഗ് പൂളുകൾ, ജിംനേഷ്യം, സ്ക്വാഷ് കോർട്ട്, വലിയ ലൈബ്രറികൾ, അത്യാധുനിക റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം ഒരുക്കിയിരുന്നു. കപ്പലിന്റെ ഉള്ളിലെ മരപ്പണികളും വലിയ ഗോവണികളും ലണ്ടനിലെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ ആ കാത്തിരുന്ന ദിവസം എത്തിച്ചേർന്നു. ടൈറ്റാനിക് എന്ന കപ്പൽ ഇംഗ്ലണ്ടിലെ സൗതാംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് തന്റെ കന്നിയാത്ര ആരംഭിച്ചു. കപ്പൽ നിയന്ത്രിച്ചിരുന്നത് വൈറ്റ് സ്റ്റാർ ലൈനിലെ ഏറ്റവും പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്ര കൂടിയായിരുന്നു അത്. കപ്പലിൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന കോടീശ്വരന്മാർ മുതൽ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ച സാധാരണക്കാരായ മനുഷ്യർ വരെ ഉണ്ടായിരുന്നു. ആകെ 2262 ആളുകളാണ് അന്ന് കപ്പലിൽ ഉണ്ടായിരുന്നത്. യാത്ര ആരംഭിച്ച് ആദ്യത്തെ 4 ദിവസങ്ങൾ വളരെ ശാന്തമായിരുന്നു. യാത്രക്കാർ കപ്പലിലെ ആഡംബരങ്ങൾ ആസ്വദിച്ച് സന്തോഷത്തോടെ സമയം കഴിച്ചുകൂട്ടി. എന്നാൽ 4 ദിവസത്തിനു ശേഷം അന്തരീക്ഷം മാറി മറിഞ്ഞു. തണുപ്പ് അസഹനീയമായി വർദ്ധിക്കാൻ തുടങ്ങി. സമുദ്രത്തിൽ വലിയ ഹിമശൈലങ്ങൾ അഥവാ ഐസ്ബർഗുകൾ ഉണ്ടെന്ന മുന്നറിയിപ്പ് മറ്റ് കപ്പലുകളിൽ നിന്നും ടൈറ്റാനിക്കിലെ റേഡിയോ ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ക്യാപ്റ്റന്റെ കൈകളിൽ കൃത്യമായി എത്തിയില്ല. അല്ലെങ്കിൽ കപ്പലിന്റെ വേഗത കുറയ്ക്കാൻ അവർ തയ്യാറായില്ല. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കപ്പൽ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കാൻ ടൈറ്റാനിക് അപ്പോഴും പൂർണ്ണ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ കറുത്ത രാത്രി വന്നു ചേർന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും ടൈറ്റാനിക് എന്ന കപ്പൽ പുറപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞു. രാത്രി 11:40. സമുദ്രം വിചിത്രമാം വിധം ശാന്തമായിരുന്നു. യാതൊരുവിധ കാറ്റോ അലയടികളോ ഉണ്ടായിരുന്നില്ല. കപ്പലിന്റെ മുകളിലെ വാച്ച് ടവറിൽ ഇരുന്ന് ദൂരേക്ക് നിരീക്ഷിച്ചിരുന്ന ഫെഡറിക് ഫ്ലീറ്റ് എന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. കപ്പലിന് തൊട്ടുമുന്നിൽ ഇരുട്ടിൽ ഭീമാകാരമായ ഒരു ഹിമശൈലം ഉയർന്നു നിൽക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം അപകട സൈറൻ മുഴക്കുകയും കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്തു. മുന്നിലൊരു ഐസ്ബർഗ് എന്ന വിളി കേട്ടയുടൻ തന്നെ കപ്പലിന്റെ ദിശ മാറ്റാൻ ഓഫീസർമാർ പരമാവധി ശ്രമിച്ചു. എന്നാൽ കപ്പലിന്റെ അമിത വേഗത കാരണം പെട്ടെന്ന് തിരിക്കാൻ സാധിച്ചില്ല. കപ്പലിന്റെ വലതുഭാഗം ആ ഭീമൻ ഹിമശൈലത്തിൽ ശക്തിയായി ഉരസിക്കടന്നുപോയി. മുകളിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ചെറിയൊരു കുലുക്കം മാത്രമാണ് അനുഭവപ്പെട്ടത്. പലരും അതൊരു വലിയ അപകടമായി കണ്ടതുമില്ല. എന്നാൽ കപ്പലിന്റെ അടിത്തട്ടിൽ കാര്യങ്ങൾ ദാരുണമായിരുന്നു.
ഹിമശൈലത്തിന്റെ മൂർച്ചയേറിയ ഐസ് കഷ്ണങ്ങൾ കപ്പലിന്റെ ഇരുമ്പുപാളികളെ കീറിമുറിച്ചിരുന്നു. കപ്പലിന്റെ 5 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് ഒരേ സമയം കടൽവെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി. 4 കമ്പാർട്ട്മെന്റുകൾ വരെ താങ്ങാൻ കഴിയുന്ന കപ്പലിന് 5ാമത്തെ കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കപ്പലിന്റെ ചീഫ് ഡിസൈനറായ തോമസ് ആൻഡ്രൂസ് ക്യാപ്റ്റനെ അറിയിച്ചു. പരമാവധി 2 മണിക്കൂർ, അതിനുള്ളിൽ കപ്പൽ പൂർണ്ണമായും മുങ്ങും എന്ന യാഥാർത്ഥ്യം ക്യാപ്റ്റൻ സ്മിത്ത് തിരിച്ചറിഞ്ഞു. തുടർന്ന് കപ്പലിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിലുള്ള ആഹ്വാനം പുറപ്പെട്ടു. അന്താരാഷ്ട്ര അപകട സിഗ്നലുകൾ വായുവിലേക്ക് തൊടുത്തുവിട്ടു. എന്നാൽ ടൈറ്റാനിക്കിന് തൊട്ടടുത്തുകൂടി പോയ കാലിഫോർണിയൻ എന്ന കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർ ആ സമയത്ത് ഉറക്കത്തിലായിരുന്നതിനാൽ അവർ ആ സന്ദേശം അറിഞ്ഞില്ല. ഏകദേശം 50 മൈൽ അകലെയുണ്ടായിരുന്ന കാർപാത്തിയ എന്ന കപ്പൽ സന്ദേശം സ്വീകരിച്ച് ടൈറ്റാനിക്കിന് അടുത്തേക്ക് തിരിച്ചു. എങ്കിലും അവർക്ക് അവിടെ എത്താൻ 4 മണിക്കൂറിലധികം സമയം ആവശ്യമായിരുന്നു. കപ്പലിൽ വൻ പരിഭ്രാന്തി പടർന്നു. ലൈഫ് ബോട്ടുകളിലേക്ക് ആളുകളെ കയറ്റാൻ തുടങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ആദ്യ പരിഗണന നൽകിയത്. പല പുരുഷന്മാർക്കും തങ്ങളുടെ കുടുംബത്തെ പിരിയേണ്ടി വന്നു. എന്നാൽ ലൈഫ് ബോട്ടുകൾ കൃത്യമായ പരിശീലനമില്ലാതെയാണ് ഇറക്കിയത്. 60ലധികം ആളുകളെ കയറ്റാൻ ശേഷിയുള്ള ബോട്ടുകളിൽ വെറും 20-30 ആളുകളെ മാത്രമാണ് ഭയം കാരണം ആദ്യഘട്ടങ്ങളിൽ കയറ്റിവിട്ടത്. ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായി. സമയം പുലർച്ചെ 2 മണിയോടടുത്തു. കപ്പലിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പിൻഭാഗം വായുവിലേക്ക് ഉയർന്നു വന്നു. കപ്പലിലെ ഭീമൻ ലൈറ്റുകൾ അണഞ്ഞു. പൂർണ്ണമായ ഇരുട്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൊടും തണുപ്പിൽ കപ്പലിന്റെ പിൻഭാഗത്തിന് ആ ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. വലിയൊരു ശബ്ദത്തോടെ ടൈറ്റാനിക് നടുക്കുവെച്ച് 2ആയി പിളർന്നു. മുൻഭാഗം ആദ്യം തന്നെ താഴേക്ക് പതിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പിൻഭാഗവും ലംബമായി വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. പുലർച്ചെ 2:20 ആയപ്പോഴേക്കും ടൈറ്റാനിക് പൂർണ്ണമായും സമുദ്രത്തിൽ മറഞ്ഞു. കപ്പൽ മുങ്ങിയതോടെ സമുദ്രോപരിതലം മുഴുവൻ മരണാസന്നരായ മനുഷ്യരുടെ നിലവിളികൾ കൊണ്ട് നിറഞ്ഞു. 0 ഡിഗ്രിക്ക് താഴെ, അതായത് -2 ഡിഗ്രി തണുപ്പുള്ള ഐസ് വെള്ളത്തിലേക്കാണ് 1500ലധികം മനുഷ്യർ വീണത്. അത്രയും കഠിനമായ തണുപ്പുള്ള വെള്ളത്തിൽ വീഴുമ്പോൾ മനുഷ്യ ശരീരത്തിന് പെട്ടെന്നൊരു കോൾഡ് ഷോക്ക് അനുഭവപ്പെടും. ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ പേശികൾ തളർന്നു പോകും. വെറും 15 മിനിറ്റുകൾ മാത്രമാണ് ഭൂരിഭാഗം ആളുകൾക്കും ആ വെള്ളത്തിൽ ജീവനോടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. കൊടും തണുപ്പ് കാരണം ശരീരം തണുത്തുറഞ്ഞ് ഹൈപ്പോതെർമിയ ബാധിച്ചാണ് മിനിറ്റുകൾക്കുള്ളിൽ ആ മനുഷ്യരൊക്കെയും മരണത്തിന് കീഴടങ്ങിയത്. തൊട്ടടുത്ത് ജീവനോടെ ഒഴുകി നടന്ന ലൈഫ് ബോട്ടുകളിൽ ഉണ്ടായിരുന്നവർക്ക് ഈ ദാരുണമായ നിലവിളികൾ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ വെള്ളത്തിൽ കിടക്കുന്നവർ കൂട്ടത്തോടെ ബോട്ടുകളിലേക്ക് കയറിയാൽ ലൈഫ് ബോട്ടുകൾ കൂടി മുങ്ങിപ്പോകുമെന്ന ഭയത്താൽ അവരാരും സഹായത്തിനായി മുന്നോട്ട് വന്നില്ല. നിലവിളികൾ അടങ്ങി. സമുദ്രം പൂർണ്ണമായും നിശബ്ദമായതിനു ശേഷം മാത്രമാണ് വെറും 2 ലൈഫ് ബോട്ടുകൾ ആളുകളെ തിരഞ്ഞ് തിരികെ വന്നത്. എന്നാൽ അപ്പോഴേക്കും എല്ലാം വൈകിയിരുന്നു. വെള്ളത്തിൽ കിടന്നവരെയെല്ലാം മരണം തട്ടിയെടുത്തിരുന്നു. ആകെ 150ഓളം പേർ കിടന്ന ആ ഭാഗത്തു നിന്നും വെറും 6 പേരെ മാത്രമാണ് ജീവനോടെ തിരികെ എടുക്കാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും ലൈഫ് ജാക്കറ്റുകളുടെ സഹായത്തോടെ മരവിച്ച ജഡങ്ങളായി കടലിൽ ഒഴുകി നടന്നു. പുലർച്ചെ 4 മണിയോടെ കാർപാത്തിയ എന്ന കപ്പൽ സംഭവസ്ഥലത്തെത്തുകയും ലൈഫ് ബോട്ടുകളിലുണ്ടായിരുന്ന 701 ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആകെ ഉണ്ടായിരുന്ന 2200ലധികം ആളുകളിൽ 1500ലധികം പേർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ക്യാപ്റ്റൻ സ്മിത്തും കപ്പലിന്റെ ഡിസൈനർ തോമസ് ആൻഡ്രൂസും കപ്പലിനൊപ്പം തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. അപകടം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടൈറ്റാനിക് എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ 73 വർഷങ്ങൾക്ക് ശേഷം റോബർട്ട് ബെല്ലാർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമുദ്രോപരിതലത്തിൽ നിന്നും 12500 അടി താഴെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 2ആയി പിളർന്ന കപ്പലിന്റെ ഭാഗങ്ങൾ പരസ്പരം 1/3 മൈൽ അകലത്തിലാണ് കിടക്കുന്നത്. ഈ ദുരന്തത്തിന്റെ കഥ ലോകത്തിനു മുന്നിൽ ഒരു വിങ്ങലായി അവശേഷിക്കുമ്പോഴാണ് ജെയിംസ് കാമറൂൺ എന്ന വിഖ്യാത സംവിധായകൻ ടൈറ്റാനിക് എന്ന സിനിമയുമായി എത്തുന്നത്. ലിയോനാർഡോ ഡിക്കാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റും ജാക്കും റോസുമായി തകർത്തഭിനയിച്ച ആ ചിത്രം ലോക സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. ജാക്കിന്റെയും റോസിന്റെയും പ്രണയം ഒരു സാങ്കല്പിക കഥയായിരുന്നെങ്കിലും കപ്പലിലെ മറ്റ് കഥാപാത്രങ്ങളും ദുരന്തത്തിന്റെ ദൃശ്യങ്ങളും പൂർണ്ണമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതായിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിന് മുൻപ് സംവിധായകൻ ജെയിംസ് കാമറൂൺ 30ലധികം തവണ കടലിന്റെ അടിത്തട്ടിൽ പോയി യഥാർത്ഥ ടൈറ്റാനിക് കപ്പൽ സന്ദർശിച്ചിരുന്നു. കടലിന്റെ ഉള്ളിലെ ഓരോ ചെറിയ അലങ്കാരങ്ങൾ പോലും യഥാർത്ഥ കപ്പലിൻ്റേതുപോലെയാണ് അദ്ദേഹം സെറ്റിട്ടത്. അക്കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയ സിനിമയായി ടൈറ്റാനിക് മാറി. 11 ഓസ്കാർ അവാർഡുകളാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്.
കപ്പലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ ആ ദുരന്തത്തെ വരും തലമുറകളുടെ ഹൃദയത്തിലേക്ക് മായാത്ത രീതിയിൽ പ്രതിഷ്ഠിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. ഇന്ന് ടൈറ്റാനിക്കിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സമുദ്രത്തിലെ അതിശക്തമായ ജലമർദ്ദവും കടുത്ത ഇരുട്ടുമല്ല ഇന്ന് കപ്പലിനെ നശിപ്പിക്കുന്നത്, മറിച്ച് ഹാലോമോനാസ് ടൈറ്റാനിക്കെ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഇരുമ്പ് തിന്നുന്ന ബാക്ടീരിയകളാണ്. കപ്പലിന്റെ അവശിഷ്ടങ്ങളെ ഈ ബാക്ടീരിയകൾ സാവധാനം ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞരുടെ നിഗമനപ്രകാരം അടുത്ത 20 അല്ലെങ്കിൽ 30 വർഷങ്ങൾക്കുള്ളിൽ ടൈറ്റാനിക് പൂർണ്ണമായും ഇല്ലാതാകും. കപ്പലിന്റെ മുകൾ തട്ടുകളും ക്യാപ്റ്റന്റെ മുറിയുമെല്ലാം ഇതിനകം തന്നെ തകർന്നു വീണു കഴിഞ്ഞു. ഇനി അധികകാലം ഈ കപ്പൽ സമുദ്രത്തിനടിയിൽ അവശേഷിക്കില്ല. മനുഷ്യന്റെ അഹങ്കാരത്തിന് പ്രകൃതി നൽകിയ ഒരു വലിയ പാഠമായി ടൈറ്റാനിക് ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ എത്ര ചെറുതാണെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ടൈറ്റാനിക്കിന്റെ ഈ പൂർണ്ണമായ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. മറ്റൊരു നിഗൂഢതയുമായി ദ മിസ്റ്ററി ഫയൽസിലൂടെ വീണ്ടും കാണാം. താങ്ക്